ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി. എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് കണ്ടു. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ദൈവവചന ശ്രോതാക്കളായ എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര ശരിയാണെന്ന് നമുക്ക് മനസ്സിലാകും. ശലോമോൻ അനവധി കൊട്ടാരങ്ങളും അന്തപുരങ്ങളും രാജവീഥികളും ഉദ്യാനങ്ങളും ഒക്കെ പണിതു. എന്നിട്ടിപ്പോൾ പിന്തിരിഞ്ഞ് നോക്കിയിട്ട് പറയുകയാണ്, തൻ്റെ കഠിനാധ്വാനങ്ങളൊക്കെയും തൻ്റെ നേട്ടങ്ങളൊക്കെയും വൃഥാ പ്രയത്നങ്ങളായിരുന്നു. സൂര്യന് കീഴിൽ ഇതൊന്നിനും അർത്ഥമില്ല, ഇതൊന്നും പൂർണ്ണമായ സംതൃപ്തിയോ സമാധാനമോ തരികയില്ല എന്ന് ശലോമോൻ മനസ്സിലായി. ഇതിനോട് തുല്യമാണ് നമ്മുടെയും ജീവിതം. നാം ചില സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുന്നു, അവയുടെ സാക്ഷാത്കാരത്തിനായിട്ട് പിന്നീട് നാം ഓടുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു. അത് പ്രസിദ്ധിയാകാം, പണമാകാം, ഉന്നത ബിരുദങ്ങളാകാം, ആഡംബരങ്ങളാകാം. എന്നാൽ അവയെല്ലാം നേടിക്കഴിയുമ്പോൾ ശലോമോനെ പോലെ നാമും പറയും, എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. പ്രിയരെ, നാളെയുടെ തണലിൽ ജീവിക്കുവാൻ ദൈവം നമ്മോട് ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി കരുതിക്കൊള്ളും. ഓരോ ദിവസത്തിനും അന്നത്തെ ദോഷം മതി എന്ന് യേശു അധ്വാനിച്ച് വലഞ്ഞവരായി തൻ്റെ അരികിലെത്തിയ ജനത്തോടെ പറഞ്ഞു. ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ ജീവിതത്തിൽ നാം എന്തെല്ലാം നേട്ടങ്ങൾ വാരിക്കൂട്ടിയാലും സന്തോഷം ലഭിക്കുകയില്ല. തൻ്റെ കണ്ണിനിമ്പമായി തോന്നിയതൊക്കെയും നേടിയ ശേഷം ശലോമോൻ പറയുന്നു, ഇതൊക്കെയും മായ തന്നെ. അന്നപൂർണ എന്ന ഹിമാലയ സാനുക്കളിലെ കൊടിമുടി കീഴടക്കിയ പർവ്വതാരോഹക സംഘത്തിലെ അംഗമായിരുന്ന ആർലിൻബ്ലം എന്ന വനിത പറഞ്ഞത്, ആരും ഒരിക്കലും ഒരു കൊടിമുടിയെ കീഴടക്കുന്നില്ല. നിങ്ങൾ കിതച്ച് ചുമച്ച് ഒരു കൊടിമുടിയുടെ മുകളിലെത്തിയാൽ ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ആരും ഒരിക്കലും ചവിട്ടിയിട്ടില്ലാത്ത മഞ്ഞുപാളികളിൽ നിങ്ങളുടെ കാൽപ്പാടുകൾ നീണ്ടു കിടക്കുന്നത് കണ്ട അഭിമാനത്തോട് സ്വല്പസമയം നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയും. എന്നാൽ നിമിഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് തന്നെ ഒരു കാറ്റ് മഞ്ഞു കണികകളെ പറപ്പിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ കാൽപ്പാടുകളെ മായച്ചു കളയും. പിന്നീട് നിങ്ങൾ കൊടുമുടി കയറിയത് പുസ്തകങ്ങളിൽ മാത്രം ഒരു വസ്തുതയായി അവശേഷിക്കും. ഇതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതവും. ജീവിതത്തിൽ നേട്ടങ്ങൾ വേണ്ടെന്നല്ല നാം പറയുന്നത്. എന്നാൽ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ ആന്തരിക സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോകും. മത്തായി സുവിശേഷം 10:39 യേശു പറഞ്ഞത്, തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ നേടും. വേറെടുത്ത് പറയുന്നു, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചാകുന്നുവെങ്കിലും വളരെ ഫലം കായ്ക്കും. അതിനാൽ ദൈവത്തോടുകൂടെ നമ്മുടെ ഓട്ടം ഓടുക. നിത്യതയോളം നിലനിൽക്കുന്ന നേട്ടങ്ങൾ സമ്പാദിക്കുവാൻ നമുക്കിടയാകട്ടെ. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയരെ, കഴിഞ്ഞ മാർച്ച് 16 ആരംഭിച്ചു ഇന്നേ ദിവസം ഈ മോർണിംഗ് ഡിവോഷൻ 200 ദിവസം പൂർത്തീകരിപ്പാൻ ദൈവം തന്ന വിലയേറിയ അവസരത്തിനായി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനിന്യത്തിനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കഥാവെ, ഈ പ്രഭാതത്തിൽ വചനം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ടെ. താവെ, അവർ കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തുതിക്കുന്നു. അവർ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന പ്രയത്നത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇരട്ടി അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ കൊടുത്താട്ടെ. അവരുടെ കഥാവെ തലമുറകളെ മാനിച്ചാട്ട. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെയൊക്കെ നടത്തിയ ദൈവമായി ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവരെയും ബലപ്പെടുത്തിയാട്ട. പ്രയാസത്തോടെ വേദനയോടെ ആരെങ്കിലും ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരോട് സംസാരിച്ച് അവർക്കൊരു വിടുതൽ നൽകി അവരങ്ങയെ വരും ദിവസങ്ങളിൽ മൗത്തീകരിപ്പാൻ സഹായിച്ചാട്ട്. കൃപയാൽ നിറച്ചാട്ട്. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രായം മുതൽ കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പ്രായം മുതൽ കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ദൈവം സർഗസിൽ
സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ പോതേ